ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത്. ഞാൻ എൻ്റെ ഡ്രീം പ്ലേസ് ആയിട്ടുള്ള ദുബായ് പോയി അവിടുന്ന് ബുർജ് ഖലീഫ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് മെട്രോ വഴി അവളെ കാണാൻ പോയി. എൻ്റെ ഫസ്റ്റ് ഹോളിഡേ ആയിരുന്നു കേട്ടോ ആ ദിവസം. അപ്പോൾ സൺഡേ ആയിരുന്നു. അപ്പോൾ അവളെ മീറ്റ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഒരു മൂവി പ്ലാനും പിന്നെ ബുർജ് ഖലീഫ് കണ്ടു. ഇതായിരുന്നു പ്ലാൻ. അങ്ങനെ അവളെ കണ്ടു. ഈവനിങ് ആയിരുന്നു മൂവി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ ഓട്ടത്തിലാണ് കേട്ടോ, ചോടിയതാ, ലേറ്റ് ആയി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം ദുബായിൽ എൻ്റെ ഫസ്റ്റ് ഹോളിഡേ വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ ലിയോ മൂവിക്ക് പോവാണ്. എനിക്ക് ഇവിടെ കണ്ടപ്പെട്ടില്ല, ഭയങ്കര സന്തോഷം. ഞാനിവിടെ ഇൻവാർഡ് ഇരുന്നൊക്കെ അറിഞ്ഞിരിക്കും. ഓക്കെ, കറക്റ്റ് സമയത്താണ് നമ്മൾ അവിടെ എത്തി. ബുർജുമാൻ മോളിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലിയോ മൂവി കാണാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ടൈം. അയ്യോ, എനിക്ക് ഭയങ്കര, ഞാൻ ഇന്നാണ് കേട്ടോ മനസ്സ് തുറന്ന് ചിരിച്ചത്. സീരിയസ്ലി ഇവിടെ മെട്രോ കട നിലത്ത് പോയിട്ടുണ്ട്. അതെങ്ങനെ എടുത്തിട്ട് ബാക്കി വരും. നമ്മൾ മൂവി കഴിഞ്ഞ് ഇറങ്ങി. ഇനി ആരും നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ വിജയുടെ കട്ടൗട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ പുറത്താണ്. ഒരു വികാരമാണ് സിനിമ. പക്ഷെ കട്ടൗട്ട് അല്ല കേട്ടോ, അത് സ്ക്രീൻ. മക്കളെ ഇതല്ല. ഈ ദുഷ്ടത്തെ എല്ലാം ചെയ്തിട്ട് ഞാൻ ചെയ്യണം മാത്രം കാണിക്കണം. ഇനി പാനിപ്പൂരി കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പാനിപ്പൂരി എക്സ്പ്ലോർ ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറി ദുബായ് മോള് അതുപോലെ ബുർജ് ഖലീഫയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അങ്ങനെ ദുബായ് മോള് തിരിഞ്ഞ് എല്ലാ ഷോപ്പിലും മേക്കപ്പ് പ്രൊഡക്റ്റ് ഉള്ള എല്ലാ ഷോപ്പിലും കയറിയിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്തു. നമ്മൾ ദുബായ് മോള് മൊത്തം എക്സ്പ്ലോർ ചെയ്തു. എല്ലാ മേക്കപ്പ് ബ്രാൻഡിലും കയറിയിട്ട് കോമ്പാക്ട് പൗഡർ, മസ്കാര എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു. ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം ട്രൈ ചെയ്തു. ഇനി നമ്മൾ ബുർജ് ഖലീഫിനെ ഫസ്റ്റ് ടൈം കാണാൻ പോവാം. ദുബായിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് എല്ലാവരും ബുർജ് ഖലീഫ വരിക, കാണാൻ പോവാം. അതെ, അതിന് എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കൊറോണേൻ്റെ ടൈമിൽ തൊട്ട് ഞങ്ങൾ വ്ളോഗ് ചെയ്യണം, അന്ന് തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ് ഒരുമിച്ചൊരു വ്ളോഗിൽ വരാൻ പറ്റിയത്. അങ്ങനെ അനു ഫസ്റ്റ് ടൈം, ഇതല്ലേ അത് ഇങ്ങോട്ട് നോക്കൂ. അനു ഫസ്റ്റ് ടൈം ബുർജ് ഖലീഫ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബുർജ് ഖലീഫ എവിടെ കാണാനില്ല. എവിടെ അയ്യോ, കിട്ടി ബുർജ് ഖലീഫ കിട്ടി. അപ്പം നമ്മൾ ബുർജ് ഖലീഫയുടെ താഴെ എത്തിയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ക്രൗഡഡ് ആണ്. അതെ അനു, ഇതാണ് ബുർജ് ഖലീഫ. ഇത് കുറച്ചുകൂടെ രസമുണ്ടാവും, ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അനു അതുപോലെ ഇതുണ്ട്. ഇതാണ് ദുബായിയുടെ ഒരു വൺ ഓഫ് ദ മെയിൻ ഏരിയയിലെ ഒരു സ്ഥലം.
ഇവിടെ എനിക്ക് ദുബായ് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയാണ്. അതെ അതെ അതെ. എനിക്ക് ഞാൻ മിക്കവാറും അധിക കാലം ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്, പക്ഷേ എന്നാൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അതെ അതെ, ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾ സ്ട്രഗിൾ മാത്രം ഉണ്ടായാൽ നമുക്ക് സ്ട്രഗിൾ മാത്രമേ ലൈഫ് ഉള്ളൂ. നമ്മൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, എൻജോയ് ചെയ്യണം. എല്ലാം ബെറ്റർ ആയിട്ട് നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പറ. അത് ഞാൻ ഇവിടെ കണ്ടിട്ട് ഇങ്ങനെ അതെ അതെ, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതെ കുറേ വീഡിയോ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ കുറേ വീഡിയോ ഞാൻ മിസ് ചെയ്യും. കാരണം ഞാൻ ആ സമയത്ത് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ താഴെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അടുത്ത വാട്ടർ ഫൗണ്ടൻ വരാറായി, നമുക്കത് കാണാം. എന്താ മിസ്സിന് പറയാനുള്ളത്? എന്തൊക്കെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. ഇപ്പോൾ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത്. ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുറേ കാലം കാണാൻ ആഗ്രഹിച്ചൊരു സാധനം കണ്ടപ്പോൾ അതെ അതെ കൊടീശ്വരിയായിട്ട് എനിക്കിവിടെ ഇല്ല. ഇപ്പം തന്നെ ചോദിച്ചു നോക്കൂ, ഞാൻ നാട് മിസ് ചെയ്യണോ, എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ. പക്ഷെ എനിക്ക് ഇതൊക്കെ കാണാൻ, എനിക്ക് ടൂറ് വരാനാണ് നാട് ജീവിക്കാൻ എപ്പോഴും ഇഷ്ടം നാടാണ്. ഇവിടെ ഒരു മാസമൊക്കെ വേണം തോന്നുന്നിട്ട് പോവാം. നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. അപ്പോഴേ പഞ്ച് വ്ളോഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഓരോരോ കാര്യങ്ങൾ, അപ്പോൾ കൊറോണ വന്നു, പിന്നെ ഒരുപാട് റീസൺസ് കൊണ്ട് ഞങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ആയിപ്പോയി. പിന്നെ ഇപ്പം നമ്മൾ ശരിക്കും ഇടയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെ കണ്ടുമുട്ടിയത് തൊട്ട് നമ്മൾ പറയേണ്ടതാണ്. ശരിക്കും അത് വലിയൊരു ലോങ് സ്റ്റോറിയാണ്. അതെ, ഞങ്ങൾ വേറൊരു വ്ളോഗിലൂടെ പറയുന്നത് എന്തായാലും ഭയങ്കര നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും കാണാതെ നമുക്ക് റിലേഷൻഷിപ്സ് നമ്മൾ വൺ ഡേ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ, ഒറ്റ ദിവസം കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ തമ്മിൽ. പക്ഷെ നമ്മളിപ്പോൾ ഒരു എത്ര വർഷമായിടാ? 3 വർഷത്തിന് മുകളിലായി. നല്ല സ്ട്രോങ്. അന്ന് ഒരു ദിവസം കണ്ടിട്ട് 4 വർഷം ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് 1-2 ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെയുണ്ട്. അതെ, അതും നമ്മളുടെ സെയിം വൈബ്, നമ്മളുടെ സെയിം വ്യൂ പോയിന്റ്, അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സിനെ നമുക്ക് വളരെ ചുരുക്കി കിട്ടുള്ളൂ, നമ്മുടെ മനസ്സറിയാൻ പറ്റുന്ന ആൾക്കാർ. അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും നീണ്ടു നിന്ന് പോയി. അപ്പോൾ എനിക്ക് സത്യം പറയാൻ അതിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എങ്ങനെ അത് പറയണമെന്ന് അറിയില്ല. അങ്ങനെയായിട്ട് നിൽക്കണോ? നമ്മളത് കാണിക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഓരോ വ്ളോഗ്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വന്നത് എന്തിനാണ്, പോകുന്നത് എന്തിനാണ്, നിൽക്കുന്നത് എന്തിനാണ്, ഇനി എന്താ പ്ലാൻ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കൂടെ ഞാനും ഉണ്ടാവും ഓരോ കുറി. അപ്പം ഞങ്ങളിവിടെ വാട്ടർ ഫൗണ്ടൈന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതും കൂടെ വന്നാൽ ഓക്കെ. നല്ല ക്രൗഡഡാണ്, സൺഡേ ആയതുകൊണ്ട്. വിശക്കുന്നുണ്ടോ? നമ്മൾ പാനിപ്പൂരി കഴിച്ചു. നമ്മൾ പാനിപ്പൂരി കഴിച്ചു, പാനിപ്പൂരിയും ചായ. അതെ, ഇനി നമ്മൾ 2 റൗണ്ട് കൂടെ ദുബായ് മാൾ നടന്നാൽ ഞങ്ങൾക്ക് വിശക്കും. ദുബായ് മാളൊക്കെ നമ്മൾ ഇതൊക്കെയാണല്ലേ ദുബായിൽ മെയിനായിട്ട് കാണുന്നതല്ലേ. ബുർജ് ഖലീഫ വൺ ഓഫ് ദ മെയിൻ. പിന്നെയുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ, ബുർജ് അറബ്, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ജുമേറ, ഓരോരോ പാർട്ടായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഫുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ, എനിക്ക് കുറച്ചൊക്കെ ഉള്ളൂ. ജോ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 years ആയിട്ട് ദുബായിലാണ്. മതി വേറെ സീക്രട്ട് ഒന്നും റിവ്യൂ ഇല്ല. എൻ്റെ സീക്രട്ട് ഞാൻ ഇപ്പോഴല്ല, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സമാധാനപരമായിട്ട് എനിക്ക് സീരിയസ്ലി ഞാൻ എല്ലാ ബ്ലോഗിലും പറഞ്ഞ സീരിയസ് ആയിട്ട് വീഡിയോ ഞങ്ങൾ സീക്രട്ട് റിവീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം മക്കളെ. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്ത ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും. അങ്ങനത്തെ അത് നമ്മുടെ ജോബ് വൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുകയാണ്, അങ്ങനെ ഒരാൾക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. അപ്പം നമ്മൾ ഇനി വാട്ടർ ഫൗണ്ടൈൻ കണ്ടിട്ട് തിരിച്ചു.
ചെറിയ വ്ളോഗായിരുന്നു, ഒരു മെമ്മറിക്ക് വേണ്ടിയും കൂടി ഞാൻ എടുത്തു വെച്ച വ്ളോഗാണ്. ഇങ്ങനെ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.